ഓണത്തിന്റെ കഥയൊന്ന് പറയാമോ? ആരും ഇങ്ങനെ മൂന്നോട്ടം ചവിട്ടിയിട്ട് ഇങ്ങനെ താഴെ പോയിട്ട് ഇങ്ങനെ ആരോ കാണാൻ വരുന്നില്ലേ? മാവേലി ഇങ്ങനെ കാണാൻ വരും അല്ലെ? കാണാൻ വരുന്ന കറക്റ്റാണ്. മാവേലി വരുന്ന കാണാൻ വരുന്നു. ആരോ ചവിട്ടിയത് ആരാണ് എന്നുള്ളത് പിടിയുണ്ടോ? ആരോ വേഷം മാറി വന്നാണെന്നാണ് തോന്നുന്നത്. കറക്റ്റാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം ഞാൻ. ബ്രോ ഒന്ന് ശ്രദ്ധിച്ചു അങ്ങോട്ടാ. നമ്മൾ എന്താണ് ഓണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നത് മാവേലി എന്ന് പറയുന്ന ഒരു കിങ് ആണ്. മാവളി, ദാറ്റ്സ് ഹിസ് നെയിം, മാവളി. അപ്പൊ മാവളി ഇങ്ങനെ റൂൾ ചെയ്യുന്ന ടൈമിന് നമ്മുടെ കേരളത്തില് മൊത്തം ഹാപ്പിനെസ് ആണ്, ഈക്വൽ ആണ്, നോ ഡിഫറൻസ്. മനസ്സിലായ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കൈയിൽ ഇരിക്കുന്ന ഗോഡ്സില് ദേവേന്ദ്രൻ, ദാറ്റ്സ് ഹിസ് നെയിം. അപ്പൊ എനിക്ക് ഭയങ്കര ജലസിയായി. അവിടെ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. അപ്പൊ അവിടുന്ന് ഹൈറ്റ് കുറഞ്ഞൊരു ബഡീനെ എർത്തിലേക്ക് സെൻഡ് ചെയ്യണം. മനസ്സിലായ? വാമൻ എന്നാണ് അവരുടെ പേര്. വാമനൻ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ആക്ടിങ് ആണ്. അത്ത ടൈമിന് മാവലി ഇവിടെ ഒരു പൂജാ സെറിമണിയൊക്കെ നടത്തുന്ന ആ ഗ്യാപ്പിലാണ് വാമൻ ഇവിടെ വരുന്നത്. വാമനൻ വന്നിട്ട് ഭയങ്കര ബെഗിങ് ആണ്, ആക്ടിങ് ആണ്, ബെഗിങ്. എനിക്കൊരു 3 feet സോയിൽ തരുമോ, ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്തിട്ട് പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. നമ്മുടെ മാവളി എന്ന് പറഞ്ഞാൽ ഡീസന്റ് ആണല്ലോ, ഭയങ്കര ഫ്രീ മാനാണ്. അപ്പൊ മാവളി പറഞ്ഞു ഓക്കെ ടേക്ക് ചെയ്തു. അത് ആ ടൈമിന് എന്ത് ഈ ചെറിയ പടിയുണ്ടല്ലോ വാമനൻ, അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്യണം, അങ്ങനെ ട്രോളാവാണ്, ജയിന്റ് ആവാണ്, എർത്തിനേക്കാൾ ബിഗ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഫീറ്റിന് ഈ എർത്ത് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ഫീറ്റിന് സ്കൈ കംപ്ലീറ്റ് ആയി, തേർഡ് ഫീറ്റ് വെക്കാൻ സ്പേസ് ഇല്ല. മനസ്സിലായ? എവിടെ വേറെ സ്പേസ്. അപ്പൊ മാവളി നീറ്റാണ്. മാവളി വന്നിട്ട് എന്ത് ചെയ്ത് ഈ ബാക്ക് ബോൺ ബെൻഡ് ചെയ്തിട്ട് ഹെഡ് അങ്ങ് ഷോ ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്തോളം പറയും. അത് മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ കംപ്ലീറ്റ് കഥയെ മനസ്സിലായി. അങ്ങനെ ലെഗ് വെച്ച് പ്രസ് ചെയ്യുന്ന ആ ടൈമിന് എർത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിണ്. നമ്മുടെ മാവേലി അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ മൊമെന്റില് ഈ വന്ന വാമനൻ ഒരു ഓഫർ കൊടുക്കുകയാണ്, ഇയർലി വൺസ് വന്ന് പീപ്പിളിനെ വിസിറ്റ് ചെയ്തിട്ട് പോകാണ്. അങ്ങനെ ഇയർലി വൺസ് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ് ഓണം. താങ്ക് യു. പൊളിച്ചു കേട്ടോ.